ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഈ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും റിസൾട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടും എന്നുള്ളതിന് എൻ്റെ ഒരു റീസൺ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ റീസണും ഞാൻ പറയുന്നതായിരിക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഓൺലി ഗൗരി. കഴിഞ്ഞ ഹെയർ ഗ്രോത്ത് വീഡിയോസിന്റെ എല്ലാം റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മസാജ് ഒക്കെ നല്ലോണം പോകുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വീക്ക് 8 7 എത്രയായിരുന്നു? വീക്ക് 8 ആണ് കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ പെൻഡിങ്ങിൽ വെക്കും വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീക്കിൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ. അപ്പോൾ എനിവേ ഇപ്പോൾ വീക്ക് 8 ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനിയും കുറച്ചും കൂടെ ബാക്കിയുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിലാണ്. ഹെയറിന് ടെക്സ്ചറും ചെറുതായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഈ പാക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റും ഷൈനിയൊക്കെ ഹെയർ ആവുന്നുണ്ട്, ഹെൽത്തി ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. ഇപ്പം ഞാൻ എന്തായാലും മുടിയിൽ നല്ലോണം ഓയിലൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഹെയർ മാസ്ക് ആണ്. ഈ ഹെയർ മാസ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ മുടിക്ക് ഒരു പുതിയ നല്ലൊരു ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് കോഫി വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ്. നമ്മൾ വീക്ക് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷുഗറും കോഫി പൗഡറും ഒക്കെ വെച്ചിട്ട് ഒരു ഹെയർ സ്ക്രബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രാൻഡ്രഫ് ഒക്കെ പോക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ പാക്ക് നല്ലൊരു പാക്കായിരുന്നു. നമുക്ക് മുടിയിലാണെങ്കിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു ഹെയർ മാസ്ക് ആണ്. അത് സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഒരു ഹെയർ മാസ്ക് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഓയിൽ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മുടി കോമൺലി കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, കേളി ആയിട്ട്. അപ്പോൾ എനിക്ക് ഈ കൂടുതലും ഈ പറയുന്ന ഹെയർ മാസ്കും സംഭവങ്ങളൊക്കെ ഇടുമ്പം ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഇട്ടതിൻ്റെ ശേഷം ഈ മാസ്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ റീസൺ. പക്ഷെ നിങ്ങൾക്ക് ഓയിലി ഹെയറും കോമ്പിനേഷൻ ഹെയറും ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, ഓയിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇടുന്നതിന്. പക്ഷെ ഞാനിത് ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഹെയർ ഓയിൽ ഇട്ട് വന്നിട്ട് ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹെയറിന് നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. കൂടുതൽ ഈ ഹെയർ മാസ്ക് ആയാലും ഹെയർ പാക്ക് ആയാലൊക്കെ നമ്മളുടെ മുടിയിലേക്ക് അബ്സോർബ് ആവുന്നത് ഹെയർ ഓയിൽ ഇടാത്ത ടൈമിലാണ്. അതാണെങ്കിൽ ഇപ്പം നമ്മൾ ഫേസിലാണെങ്കിലും നമ്മൾ ഫുള്ള് ഫേസ് വാഷ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷമല്ലേ നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെ മുഖത്ത് നാച്ചുറൽ ആയിട്ട് കുറച്ച് ഓയിൽ സെഗ്രിഗേഷൻ ഒക്കെ ഉണ്ടാവും. അതേ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നല്ലോണം കളഞ്ഞാലേ നമ്മുടെ ഫേസിലുള്ള പോർസ്, ചെറിയ ചെറിയ പോർസ് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാലേ നമ്മൾ ഇടുന്ന ഹെയർ മാസ്ക് ആയാലും അല്ലെങ്കിൽ ഫേസ് മാസ്ക് ആയാലും അല്ലെങ്കിൽ വേറെ പാക്ക് ആയാലും സിറം ആയാലും ഒക്കെ അബ്സോർബ് ചെയ്യുള്ളൂ, നല്ലോണം അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നല്ലോണം ഫേസ് വാഷ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ റീസൺ. അതുപോലെ തന്നെയാണ് നമ്മളെ ഹെയറിൽ ഈ ഓയിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ തലമുടിയിൽ നല്ലോണം ഈ പാക്കൊക്കെ അബ്സോർബ് ആവുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഹെയർ ഡ്രൈ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പാക്ക് ഇട്ടിട്ട് ഓയിൽ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുടി കുറേ നല്ല ഡ്രൈ ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ ആ ദിവസം മാത്രം ഓയിൽ ഇടാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഓയിൽ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആകെ 2 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ 5 ടേബിൾ സ്പൂണ് തൈരും അതേപോലെ 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഇതേ പരുവത്തിലാക്കണം. അപ്പം നമ്മൾ ഹെയർ പാക്ക് ഒക്കെ നല്ലോണം പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഐസ്ക്രീം അറിയുമോ നിങ്ങൾക്ക്? അതേപോലത്തെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഉണ്ട് കാണാൻ വേണ്ടി. അത് ഊറ്റിയോ? സോറി ഗൈസ്, ഊറ്റിപ്പോയി. ഞാൻ ഇത്ര ഇതാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതേപോലത്തെ ഒരു പാക്ക് എഫക്റ്റിലാണ് ഉള്ളത്. നല്ല നല്ല സ്മെല്ലും ഉണ്ട്. തലമുടിക്കൊക്കെ ഇട്ടാൽ നല്ലതാണ്.
അപ്പം നമുക്ക് ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. പിന്നീട് നമുക്ക് ബാക്കി വരുന്ന ഹെയർ സ്ട്രാൻഡ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കാരണം ഒന്നാമത്തത് ലൈറ്റ് ഇഷ്യൂ, രണ്ടാമത്തത് സൗണ്ട് ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് ലൈറ്റിൻ്റെ ഒരു ഡൾനെസ് കാണാൻ പറ്റും. റീസൺ എന്താ വെച്ചാൽ ഞാൻ സാധാരണ 4 മണിയൊക്കെ കഴിയുമ്പോഴാണ് വീഡിയോസ് എടുക്കാറുള്ളത്, അതായത് വൈകുന്നേരം. ആ ടൈം ഈ ഒരു ഏരിയയിൽ നല്ലൊരു സൺലൈറ്റ് വരാറുണ്ട്, അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമൊന്നും വരാറില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ പതിവില്ല നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറവും അതേപോലെ സൗണ്ടാണെങ്കിൽ നല്ല മഴേൻ്റെ ശബ്ദം നിങ്ങൾക്ക് പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് എന്തോ ഒരു ആർട്ടിഫിഷ്യൽ എഫക്റ്റ് ഉള്ളതുപോലെ ഒരു തോന്നിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കട്ട് ചെയ്യാതെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ വോയിസ് പിന്നെ കുറച്ചുകൂടെ വിസിബിളായി കേൾക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ടിലത്തെ ഒരു മഴ പെയ്യുന്നൊരു വോയിസ് നല്ലോണം വിസിബിളായിട്ട് തന്നെ എനിക്കിവിടുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് അപ്ലൈ ഒക്കെ ചെയ്ത് ഞാൻ കൈ കഴുകിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എപ്പോഴും നമ്മൾ പാക്ക് ഇടാറുള്ളത് പോലെ 15 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്നതിൻ്റെ ശേഷം ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഇത് വാഷ് ഓഫ് ചെയ്താൽ മതി. ഞാൻ അതിൽ കൂടുതൽ ഇരിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ശീലമായതുകൊണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കുള്ളതിനെക്കാട്ടും കൂടുതൽ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് നിങ്ങൾക്കായിരിക്കും എഫക്റ്റീവ് ആയിട്ട് തോന്നുക എന്നുള്ളത്. അതിന് റീസൺ ഉണ്ട്. ഈ ഫസ്റ്റ് ഞാൻ അതായത് ഒരു 5 വർഷം മുന്നേ ഞാൻ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്തപ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടുവിലേക്ക് പോകുന്ന ടൈമിൽ, ആ ഒരു വെക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഈ വീക്ക് തോറും, അതായത് ഒരു വീക്കിൽ ഒരു പ്രാവശ്യം, അത് സാറ്റർഡേ ഒരു സൺഡേ എപ്പോഴെങ്കിലും ആയിരിക്കും, ആ ടൈമിൽ മാത്രമേ ഞാൻ ഈ ഹെയർ പാക്കെല്ലാം ഇട്ട് ചെയ്യാറുള്ളൂ, മെനക്കിട്ട് ചെയ്യാറില്ലായിരുന്നുള്ളൂ. അപ്പോൾ ഈ 2 മാസം ആയപ്പോഴേക്ക് നല്ല റിസൾട്ട് വന്നു. കാരണം എനിക്ക് അത്രയും ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ടൈം എനിക്ക് യൂട്യൂബ് ചാനലോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഫോൺ പോലും എനിക്കില്ലായിരുന്നു. പ്ലസ് 2 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് ഫോണൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പം ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്, ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു, ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് നാളെ ടൈം കിട്ടുവാണെങ്കിൽ നാളെ എടുക്കും. നാളെ എടുക്കാൻ പറ്റില്ല, കാരണം നാളെ എനിക്കൊരു കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. മറ്റന്നാളും എടുക്കാൻ പറ്റില്ലായിരിക്കും, കാരണം എനിക്ക് കണ്ണൊക്കെ കാണിക്കാൻ പോകാനുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുക്കാറുണ്ട്. ഇപ്പം ആണെങ്കിൽ കോളേജ് ഞാൻ ഞങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കോളേജിൽ പോവാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലുള്ളതുകൊണ്ടും ഒരു പണിയില്ലാത്തതുകൊണ്ടും ഞാനിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വീക്ക്ലി മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പം ഈ പാക്കാണെങ്കിൽ നമുക്ക് വീക്ക്ലി ട്വൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഈ ഹെയർ പാക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഓരോ ആഴ്ചയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ ഓരോ വീക്കായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. ഒരു വീക്ക് ഒന്ന്, അടുത്ത വീക്ക് പിന്നെ, അങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്താലെന്ന് വെച്ചാൽ നിങ്ങൾ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ്, 3 മാസമാണ് ഈ ഹെയർ പാക്ക് ചാലഞ്ച് ഉണ്ടാവുക. അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പോഴേക്ക് നല്ല ടൈം പീരീഡ് കിട്ടി ഈ മാസ്കും ഹെയർ മാസ്കും ഹെയർ പാക്ക് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ മസാജിങ് ഒക്കെ നല്ലോണം നിങ്ങളുടെ ഹെയറിൽ അബ്സോർബായി നല്ല എഫക്റ്റീവായിട്ട് നല്ലോണം മുടി വളരുന്ന ടൈമായിരിക്കും അത്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നിങ്ങൾ ഹെയർ ഒന്ന് എടുത്ത് നോക്കുമ്പോഴേക്ക് അതിന് അത്യാവശ്യം നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ 1 മാസം കൊണ്ടായിരിക്കും ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ വീഡിയോസ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാ സൺഡേസും ആയിരിക്കും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വെക്കേഷൻ ടൈമിൽ എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. കാരണം എനിക്ക് ഇനിയിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ BBA ആണ് പഠിക്കുന്നത്. BBA സെക്കൻഡ് ഇയർ. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ FYUGPൻ്റെ പ്ലാൻ അനുസരിച്ച്, പുതിയ പ്ലാൻ അനുസരിച്ച് 3rd ഇയറിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുണ്ട്. മസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ്. ബാക്കിയുള്ള BA കാർക്കാണെങ്കിൽ BSc കാർക്കാണെങ്കിലൊക്കെ അവർക്ക് ജസ്റ്റ് 10 days സംതിങ് ചെയ്താൽ മതി, അതായത് 60 hours ചെയ്താൽ മതി അവർക്ക് ഇൻറ്റേൺഷിപ്പ്. പക്ഷെ ഞങ്ങൾക്ക് 120 hours ചെയ്യണം. ഞങ്ങൾ BBA കാർക്കും അതുപോലെ BCA എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുത്തവർക്കും 120 hours ചെയ്യാനുണ്ട്. അതായത് ഓൾമോസ്റ്റ് 1 month ഒക്കെ എടുക്കുമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം അങ്ങനെ ആവുമ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ബിസി ആവും. അപ്പം ഇത് എവിടെയാണ് ഞാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കി തരാം, എവിടെയാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് ഞാനത് പറയുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിവേ അങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് ആ ടൈം എനിക്കിതൊന്നും ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ ആവാൻ അത്രയൊന്നും ഇല്ല. ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 28 സാറ്റർഡേയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇത് പോസ്റ്റ് എപ്പോഴോ ആയിരിക്കും, ഏപ്രിൽ പകുതി ആകുമ്പോഴായിരിക്കും ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുക. എല്ലാ സൺഡേയും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അപ്പോൾ ആ ടൈം ഇത് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ടൈമൊന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് വീഡിയോ എടുത്തിടാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് വിസിബിൾ ഏറ്റവും അവസാനത്തെ ദിവസം എനിക്ക് ഹെയർ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ എനിക്ക് അത്രത്തോളം എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ചിലപ്പോൾ കാണാൻ പറ്റില്ല. നിങ്ങളുടെ അത്ര എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്ത് വരുമ്പോഴേക്കും 3 മാസം എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കത് മതി, എനിക്ക് നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടിയാൽ മതി. ഞാൻ എന്തായാലും മെല്ലെ ഓരോന്നായിട്ട് എന്താ പറയുക 3 മാസം ഞാൻ എന്തായാലും എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും ഇനി അങ്ങോട്ടേക്ക്. പക്ഷെ ഇന്റേൺഷിപ്പ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ പറയും പോലെ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ അതും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഇവിടെ ആവണമെന്നില്ല, എൻ്റെ വീട്ടിലാവണമെന്നില്ല, ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ മുടി കഴുകാറുണ്ട്. അങ്ങനെ അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് എൻ്റെ കൂടെ എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഈ ചാനൽ വളരെ ചെറിയ ചാനലാണ്, അങ്ങനെ ആൾക്കാരൊന്നും കാണുന്നുണ്ടാവില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇപ്പോഴാണ് എന്നാലും ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ ഈ ഒരു ടൈമിലാണ്. ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ടൈം കിട്ടും എപ്പോഴെങ്കിലൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മെല്ലെ 3 സബ്സ്ക്രൈബേഴ്സ് 2 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൂടുന്ന ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ സ്ലോ ഗ്രോത്ത് ആണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു 100 പേര് കണ്ടാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. ഞാനിങ്ങനെ ഇതിനെ പറ്റിയിട്ട് നോക്കിയ ടൈമിലുണ്ടായിരുന്നു ഈ സ്റ്റാർട്ടിങ് ചാനലിലൊക്കെ ഈ 100 വ്യൂസ് വീഡിയോസിന് കിട്ടുന്നതന്നെ വലിയ കാര്യമാണെന്നുള്ളത്. അപ്പം എൻ്റെ ഈ വീഡിയോസിൽ അത്യാവശ്യം 100ന് മുകളിൽ ചില വീഡിയോസിനൊക്കെ എനിക്ക് വ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.